ഹായ് ഓൾ, നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ വന്ന ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ്. അപ്പൊ ഇതിലേക്ക് 241 വേക്കൻസികളാണുള്ളത്. അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, പിന്നെ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇത് എക്സാം എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യുന്നതാണ്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. അപ്പൊ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിനായിട്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അതുവഴി കയറി നിങ്ങൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഇതിന് ഈ ഒരു പോസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പം ഒരു ഫോം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ഫസ്റ്റ് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് വന്നിരിക്കുന്ന വേക്കൻസി. 241 വേക്കൻസികളാണ് ഉള്ളത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 8 മാർച്ച് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക, ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള രജിസ്ട്രേഷൻ, ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 8. അപ്പൊ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് തന്നെ ഇവരുടെ സൈറ്റിലുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി എങ്ങനെയൊക്കെയാണ് ഇവരുടെ എക്സാമിന്റെ പ്രോസസ് എന്ന് പറയുന്നത്, ഒന്ന് ഒബ്ജക്റ്റീവ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, ഇന്റർവ്യൂ, ഇതൊക്കെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നതാണ്. ഇതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് ബേസിക് പേ 35,400 ആണ്. ലെവൽ 6 ആണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം പേയ്മെന്റ് നമ്മുടെ കയ്യിലേക്ക് വരും. 72 അടുത്തുള്ള പേയ്മെന്റ് ഉള്ള ഒരു പോസ്റ്റ് ആണിത്. ബേസിക് പേ ആണ് കേട്ടോ. HR എല്ലാം കൂടെ 72 അടുത്തുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന 4th ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ ഓൺലൈൻ വഴി 5th ഫെബ്രുവരി ആണ്. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 8 ആണ്. ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് കേട്ടോ. ജനറലും ഒബിസിയും ആണെങ്കിൽ 100 റുപ്പീസ്. 241 വേക്കൻസികളാണ് ഇവിടെ ഉള്ളത്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഇവർ പറയുന്നത് ജനറലും ഒബിസിയും ആണെങ്കിൽ നമുക്ക് 1000 റുപ്പീസ് ആണ് കേട്ടോ. ജനറൽ ആൻഡ് ഒബിസി 1000 റുപ്പീസും, ദെൻ അതേപോലെ തന്നെ SC ST ഇവർക്കൊക്കെ 250 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവുന്നത്. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി തന്നെയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാവണം, നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, ഇതാണ് അറിഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഒബിസി ആണെങ്കിൽ 3 വർഷം, SC ST 5 വർഷവും നിയമാനുസൃതമായ വയസ്സിന് ഇളവ് കിട്ടുന്നതാണ്. ഇതിന്റെ എക്സാം എങ്ങനെയാന്ന് ചോദിച്ചാൽ ജനറൽ ഇംഗ്ലീഷ് 50 മാർക്ക്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്ക്, ജനറൽ നോളജ് 25 മാർക്ക്, കമ്പ്യൂട്ടർ 25 മാർക്ക്. അങ്ങനെ 2 മണിക്കൂറാണ് എക്സാം ഉള്ളത്. ടോട്ടൽ 125 ക്വസ്റ്റ്യൻസ് ആണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ചത് എങ്ങനെ, ഇവരുടെ വെബ്സൈറ്റ് വഴി തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നമ്മളൊരു ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. നമ്മുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. www.sci.gov.in ഈ സൈറ്റിൽ കയറുക. ഇതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവര് അപ്ലൈ ചെയ്യുക കേട്ടോ. സോ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നമുക്കിത് വരും ദിവസങ്ങളിൽ ഇംഗ്ലീഷ് ഇത്ര മാർക്ക് കൊണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ GK എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. താങ്ക് യു.